കർഷക നാടായ പാലായിൽ കർഷകർക്കായി സാന്തോം ഫുഡ് ഫാക്ടറി. പാലാ രൂപതയുടെ കർഷക ശാക്തീകരണ പദ്ധതിയായ കർഷക ബാങ്കിന്റെ കാർഷിക മൂല്യവർദ്ധിത സംരംഭമായിട്ടാണ് പാലാ സാന്തോം ഫുഡ് ഫാക്ടറി യാഥാർത്ഥ്യമായിരിക്കുന്നത്. രൂപതയുടെ ഉടമസ്ഥതയിലുള്ള കരൂർ മുണ്ടുപാലം സ്റ്റീൽ ഇന്ത്യ ക്യാമ്പസിലെ അഗ്രോ ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് ഫാക്ടറി. രൂപതയുടെ സോഷ്യൽ സർവീസ് വിഭാഗമായ PSWSന്റെ നേതൃത്വത്തിൽ വിവിധ ഇടവകകളിൽ കർഷക കൂട്ടായ്മകൾ നടത്തിവരുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്ന സംരംഭങ്ങൾക്ക് ശക്തി പകരുന്നതിനൊപ്പം നൂതന സാങ്കേതിക വിദ്യകളും യന്ത്രസാമഗ്രികളും വിനിയോഗിച്ചുള്ള മൂല്യവർദ്ധിത സംരംഭമാണ് ഫുഡ് ഫാക്ടറി. സംസ്ഥാന കൃഷി വകുപ്പിന്റെ സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം എന്ന SFACയിൽ നിന്നും കോട്ടയം ജില്ലയിൽ അനുവദിച്ച 4 FPOകളിൽ ഒന്നാണ് സാന്തോം FPO. കേവലം കർഷകർക്ക് അവരുടെ വിളകളോ ഉൽപ്പന്നങ്ങളോ ഉണക്കുവാനുള്ള ഒരു യൂണിറ്റ് അല്ല, മറിച്ച് ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പുവരുത്തി വിൽക്കാനും അവയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുമുള്ള സാധ്യതയാണ് ഫാക്ടറി ഉറപ്പുവരുത്തുന്നത്. കഴിഞ്ഞ ജൂലൈ 24-ന് കൃഷിമന്ത്രി P. പ്രസാദാണ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്തത്. ഭക്ഷ്യവസ്തുക്കളുടെ പരിശോധനയ്ക്കും മറ്റുമായുള്ള ലാബ് സൗകര്യം ഫാക്ടറിയോട് ചേർന്ന് ഉടൻ ആരംഭിക്കും. പാലായുടെയും മീനച്ചിൽ താലൂക്കിന്റെയും കാർഷിക ഭൂപടത്തിലെ പുതിയ അധ്യായമാണ് സാന്തോം ഫുഡ് ഫാക്ടറി എന്നും അധ്വാന മഹത്വത്താൽ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന മീനച്ചിൽ താലൂക്കിലെ കർഷകരെ ചേർത്ത് പിടിക്കാൻ സാന്തോം ഫുഡ് ഫാക്ടറിക്ക് കഴിയുമെന്നും PSWS ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കൽ പറഞ്ഞു. പാലാ രൂപത സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പ്രൊമോട്ട് ചെയ്യുന്ന പാലാ സാന്തോം പ്രൊഡ്യൂസർ കമ്പനിയുടെ ഫുഡ് ഫാക്ടറിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഫുഡ് ഫാക്ടറി ഏകദേശം 6000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഫുഡ് ഫാക്ടറിയാണ്. ഈ ഫുഡ് ഫാക്ടറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കർഷകരുടെ ചക്കയും കപ്പയും വാഴക്കൊലകളും അതോടൊപ്പം തന്നെ സ്പൈസസും ഒക്കെ എടുത്ത് പൊടിക്കുകയും ഉണങ്ങുകയും പൾപ്പ് ചെയ്യുകയും വറുത്ത് പാക്കറ്റുകളാക്കി പുറത്തേക്ക് കൊണ്ടുകൊടുക്കുകയും ചെയ്യുകയാണ് എൻ്റെ ലക്ഷ്യം. തന്നെയുമല്ല, പാലാ രൂപത സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പ്രൊമോട്ട് ചെയ്യുന്ന കർഷകരുടെ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പല സ്ഥലത്തും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കേന്ദ്രങ്ങളുണ്ട്. അവരെയെല്ലാം ഏകോപിപ്പിച്ച് ഒരു പടക്കീഴിൽ കൊണ്ടുവരിക എന്നതുമാണ് മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത്. കർഷകരെ വിലർച്ചകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില കൊടുക്കുകയും അതോടൊപ്പം തന്നെ മായം ചേർക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ആളുകൾ കഴിച്ചുകൊണ്ട് ആരോഗ്യമുള്ളവരാക്കുവാനുമാണ് ഇതിലൂടെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം, കർഷകർക്ക് ഒരുമിച്ച് ഇവിടെ കൂടാം, കർഷകർക്ക് ഒരുമിച്ച് ചേരാനുള്ള ഒരു വേദിയായി പാലാ ഫുഡ് ഫാക്ടറി മാറ്റി തീരണമെന്നാണ്